പതിവതയായിട്ടുള്ള പത്നി തൻ്റെ ഭർത്താവിനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഏതെങ്കിലും പണക്കാരനോട് പോയി യാചിക്കാനല്ല പറഞ്ഞത്, അല്ലേ? ശരിക്കും ഏതെങ്കിലും കോടീശ്വരന്മാരുടെ അടുത്ത് യാചിച്ചില്ല, അത് വേണ്ട. പിന്നെ എവിടെ പോകണം? സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ കാണണം. അത് മാത്രമല്ല, മനക്കുരുന്നിൽ കനിവുള്ള കാന്തൻ നിനക്ക് കൊണ്ടേ സഖിയെന്ന് കേൾപ്പോ. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വലിയ കൂട്ടുകാരാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി കണ്ടുകൊണ്ടിരിക്കുന്ന ചോദിച്ചപ്പോൾ 3-4 ദിവസം ഭക്ഷണം കിട്ടാതെ ഭക്തന്മാർ പറയാറുണ്ട്, അതും ഭഗവാന്റെ ഒരു പരീക്ഷണമായിരുന്നു. സാധാരണഗതിയിൽ ആരെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കും. ഇതിപ്പോൾ 3-4 ദിവസമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇതിനാണെങ്കിൽ യാചിക്കുകയില്ല. എന്താ അവസ്ഥ? പട്ടിണി തന്നെ. അപ്പോൾ ആ ഒരു സന്ദർഭം ഭഗവാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. എന്തിനാണെന്നറിയോ? എന്നാലെങ്കിലും സുധാമാവ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നോക്കാൻ വേണ്ടി. ഏതായാലും ആ പത്നിയാണ് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞു. എന്താ കൂട്ടുകാരായത്? സാധ്യതയുടെ ആശ്രമത്തിൽ വെച്ച്. ആശ്രമത്തിൽ